എന്തിന് എങ്ങോട്ട് പോണേ? എങ്ങോട്ടാ പോണേ? എന്തിന്? 8 മണിയൊക്കെ ആയപ്പോൾ തുടങ്ങി മക്കൾ ചായ കുടിക്കാൻ പോവല്ലേ. പിന്നെ ഒന്നും നോക്കില്ല കേട്ടോ, എല്ലാവരും വണ്ടിക്ക് നുള്ളി പൊറുക്കിട്ടാണ്ടേ നമ്മൾ നേരെ വിട്ടു നമ്മളെ മൂച്ചിക്കലുള്ള സ്വർഗത്തേക്ക്. അതൊരു സ്വർഗം തന്നെയാണ്. നല്ല അടിപൊളി ചായയും കടിയും ഹോർലിക്സും ബൂസ്റ്റും ജ്യൂസൊക്കെ കിട്ടണേ നല്ല അടിപൊളി കട കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടോക്കി ബാക്കിയുള്ള വിശേഷങ്ങളെ ഓക്ക് എന്താ വേണ്ടിയ കോളെന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടോക്കി എന്താ വേണ്ടിയത് ഒക്കെ ചോദിക്കുമ്പോൾ അവൾ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട് എന്താ വേണ്ടിയതെന്നൊക്കെ. നമ്മൾ ചെറുതൊക്കെ പ്രതീക്ഷിച്ചത്, പക്ഷെ അവള് വലുതുമ്മക്ക് തന്നെ പോയി. ഇവിടെ എടുക്കാൻ വന്നേ പൊറാട്ടെ എന്താ വേണ്ടി താലി കറി മതിയോ? പൊറാട്ട വേണ്ട? പിന്നെന്താ? ഒക്കെ വേണ്ടിയതേ പൊറാട്ടയാണല്ലോ. അപ്പോൾ ഞങ്ങൾ തൽക്കാലം പറഞ്ഞു ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ്, നമുക്ക് പിന്നെ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ചൂട് മുട്ടബജിയും പഴംപൊരിയും കൊടുത്തിട്ടോ. അതിൻ്റെ ഇടയിൽ ആൾ എടുക്കുന്നുണ്ട്, പക്ഷേ ചൂട് കാരണം ആളത് അവിടെ തന്നെ വെച്ചു. കാരണം അത്രയും നല്ല ചൂടുണ്ടേനി. ഒരു 8-9 മണിയൊക്കെ ആയ സമയത്ത് ഇത്രയും ചൂടുള്ള കടികളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ റേഞ്ച് വേറെ തന്നെയല്ലേ, സ്വർഗത്തിൽ വേറെ റേഞ്ച് തന്നെ കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോസേ ചിലത് ഷോർട്ട് ഫുൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. അതെന്താ അറിയോ, ഞാൻ ഷോർട്ടാക്കിയിട്ട് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോസാണ്. പിന്നെ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര രസമായി തോന്നി, അതുകൊണ്ട് ഞാൻ ലോങ് ആയിട്ട് പോസ്റ്റ് ചെയ്യണേ. പിന്നെ താലിമൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഒരു മുട്ടയും വാങ്ങിക്കൊടുത്തിട്ടോ. പുഴുങ്ങിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മുട്ട. അപ്പോൾ ഒരു മുട്ടയും വാങ്ങിക്കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിട്ടോ. സ്വർഗത്തിൽ തിരക്കൊക്കെ ഞങ്ങൾ 9 മണിയായപ്പോഴും സ്വർഗത്തിൽ നല്ല തിരക്കാട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പോണ വഴി ഗാലക്സി സിനിമ തിയേറ്ററൊക്കെ കണ്ട് കയറിയിട്ടൊന്നുമില്ല കേട്ടോ. അവിടെ നിന്ന് കണ്ടിട്ട് അതൊക്കെ കണ്ടാണ് നമ്മൾ ഇങ്ങനെ പോരുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി. പിന്നെ നൈറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് അത് വേറൊരു ത്രില്ലിങ് തന്നെയാണല്ലേ. നമ്മളെ വീട്ടുകാർ ഇടയ്ക്ക് പോവാറുണ്ട്, നമ്മളെല്ലാവരും പോകും. നമ്മൾ പിന്നെ എന്താ പറയുക, നിലമ്പൂരുകാരൊരു സ്വകാര്യ അഹങ്കാരമാണ് നാട് കാണിക്ക് ചായ കുടിക്കാൻ പോവുക, അതേപോലെ തന്നെ നിലമ്പൂർ മിൽമയ്ക്ക് ചായ കുടിക്കാൻ പോവുക എന്നൊക്കെ. അതൊക്കെ ഭയങ്കര ഒരു രസമാട്ടോ. നമ്മൾ നിലമ്പൂരുകാർക്ക് മാത്രം ഉള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യും, രാത്രി 12 വരെ ആകുമ്പോൾ വെറുതെ അങ്ങനെ പോകട്ടോ നിലമ്പൂർക്ക്. അവിടെ പോയിട്ട് മിൽമിൽ ഒരു ചായയും എന്തെങ്കിലും കടിയൊക്കെ വാങ്ങി കഴിച്ചിട്ട് നമ്മളിങ്ങനെ പോരും, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ ഒരു രസമാണ് ആ പരിപാടിയൊക്കെ. ഇതാണ്ട് നമ്മളെ നാട്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്ടാക്കി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഷോർട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്, പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ ഇതൊക്കെ ഒരു ലോങ് ആക്കാൻ തോന്നി, അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇതൊരു ലോങ് ആക്കി. പിന്നെ ഇതിൽ തന്നെ താലിമൂളി ലാസ്റ്റ് ഒരു കാര്യം പറയണ്ടേ, ചെട്ടിക്കാണ് ചായ എടുക്കാൻ പോയത്. ചെട്ടിക്കല്ല കേട്ടോ, ആൾക്ക് എന്താ അറിയോ, എവിടെ പോയാലും ചെട്ടിയെന്നേ അറിയുള്ളൂ, വേറെ അറിയില്ല. നമ്മൾ ചായ എടുക്കാൻ പോലെ ചെട്ടി പോവാ, ചെട്ടി എന്നല്ല കേട്ടോ പറയാം, ചെറ്റാന്നാട്ടോ പറയാം, ചെറ്റേക്ക് പോവല്ലേ എന്ന് പറയട്ടോ ആൾ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. അപ്പോൾ നമ്മൾ തന്നെ നോർമലി ഉള്ളോട് ചെട്ടിക്കല്ലേ പോവാന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പറയട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയുള്ളൂ ഗൈസ്. നമ്മൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരെ ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചായ കുടിച്ചാൽ പോയോ? എവിടുക്കാ പോയത് നമ്മള്? എവിടുക്കാ നമ്മള് പോയത് ചായ കുടിച്ചാല്? ചിറ്റിക്കോ? എത്ര കുറ്റ ചിന്നു? 1 കുറ്റേ. വെള്ളം കുടിച്ചോ? ഉള്ളു കുടിച്ചത് എങ്ങനെ കുടിച്ചത്? വെള്ളം ഉള്ളു എങ്ങനെ കുടിച്ചത്? ഇങ്ങനെ കുടിച്ചോ? എങ്ങനെ കുടിച്ചത്? ഹോർലിക്സ് കുടിച്ചോ? എച്ചുണ്ടായിനിയോ?